വന്നിട്ടുള്ളത് എവിടെയാണെന്നറിയാവോ? എറണാകുളം കോതമംഗലത്തുള്ള മൗണ്ട് കാർമൽ കോളേജിലാണ്. ഇവിടെ നിരവധി UG PG കോഴ്സുകൾ ഉണ്ട്. BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ഏവിയേഷൻ, BBA വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, BSc ഫാഷൻ ഡിസൈനിങ്, BSc സൈക്കോളജി, BSW, MCOM, MSc സൈക്കോളജി, അങ്ങനെ നിരവധി കോഴ്സുകളുണ്ട്. അപ്പം നമുക്ക് ഈ കോളേജിലെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ? നിങ്ങളെല്ലാം തേർഡ് ഇയർ സ്റ്റുഡൻസ് ആണോ? ഓക്കെ. അപ്പം എക്സാം ഒക്കെ കഴിഞ്ഞ് നിൽക്കുക അല്ലേ? എങ്ങനെ മിക്സ് ചെയ്യോ കോളേജ്? പിന്നെ മിസ് ചെയ്യും. എങ്ങനെയുണ്ട് ടീച്ചേഴ്സ് ഒക്കെ? ടീച്ചേഴ്സ് അടിപൊളിയാണ്. അടിപൊളി ടീച്ചേഴ്സാ. ഓക്കെ. ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ കോളേജില്? പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. സ്പോർട്സ്, കോളേജ് ഡേ എല്ലാം ഉണ്ട്. ഓക്കെ. ഇവിടെ ഏതൊക്കെയാ ഗസ്റ്റ് ഒക്കെ ആരൊക്കെയാ വരുന്നത്? ഫിലിം ഫീൽഡിലുള്ള ആരെങ്കിലും ഒക്കെയാണ്. റൈറ്റേഴ്സ് അങ്ങനെയൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. പിന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഏറ്റവും മിസ് ചെയ്യുന്നത് എന്തായിരിക്കും? കോളേജിൽ നിങ്ങളിപ്പോൾ പാസ് ഔട്ട് ആകാൻ പോവല്ലേ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മിസ് ചെയ്യുന്ന ആരും എന്തായിരിക്കും? ഫ്രണ്ട്സിനെ തന്നെ ആയിരിക്കും. ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. ഓക്കെ. പിന്നെ പ്ലേസ്മെന്റ്സ് ഒക്കെ എങ്ങനെയാ ഇവിടെ? കമ്പനീസ് ഒക്കെ വരാറുണ്ടോ? എല്ലാ വർഷവും പ്ലേസ്മെന്റ് ഡ്രൈവ് ഒക്കെ നടക്കാറുണ്ടോ? സ്റ്റുഡൻസ് ഒക്കെ പ്ലേസ്ഡ് ആവാറുണ്ട്? നിങ്ങളുടെ ബാച്ചിൽ നിന്നൊക്കെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്? കോമൺ ആയിട്ട് പ്ലേസ്മെന്റ് ഉണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. BBA BCom കോഴ്സ് ഈ കോളേജിൽ വന്ന് പഠിക്കുന്ന സ്റ്റുഡൻസിന് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ കോഴ്സിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സർട്ടിഫിക്കേഷനും ട്രെയിനിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ BBA വിത്ത് ഏവിയേഷൻ കോഴ്സ് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഏവിയേഷൻ ആണെങ്കിൽ ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്പെഷ്യൽ ട്രെയിനിങ് എയർപോർട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BCom വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് മെറ്റാ സർട്ടിഫിക്കേഷനാണ് വരുന്നത്. ഇതിലൂടെ സ്റ്റുഡൻസിന് ഏറ്റവും നല്ല സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ നല്ല പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസുമാണ് ഒരുങ്ങുന്നത്. ഇത് ഇവിടുത്തെ ലൈബ്രറി ആണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ബുക്സ് ഇവിടെ ഉണ്ട്. ഇത് കൂടാതെ സ്റ്റുഡൻസിന് വായിക്കാനായിട്ട് സ്റ്റോറി ബുക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പോകുന്നത് സൈക്കോളജി ലാബിലോട്ടാണ്. ഇവിടെ BSc സൈക്കോളജി എന്ന് പറയുന്നൊരു കോഴ്സ് അവൈലബിൾ ആണ്. അധികം ആർക്കും അറിയാത്ത എന്നാൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. ഇത് നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോസ് ഉണ്ട്. ഇത് ഇവരുടെ സൈക്കോളജി ലാബാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ എന്തോ മൈൻഡ് റീഡിങ് മെഷീനാണിത്. ഇതൊക്കെ എനിക്ക് കണ്ടപ്പം ഞാൻ ആദ്യത്തെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോ. ഇത് സ്റ്റുഡൻസിന് പോഡ്കാസ്റ്റ്, റേഡിയോ ഒക്കെ ചെയ്യാൻ പറ്റിയ എല്ലാ സജ്ജീകരണമുള്ള ഒരു ചെറിയ സ്റ്റുഡിയോ ആണിത്. A ഗ്രേഡ് ഉള്ള ഒരു ക്യാമ്പസ് ആണിത്. A ഗ്രേഡ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ ക്യാമ്പസിലൊക്കെ 2-3 തവണയൊക്കെ നാക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് A ഗ്രേഡ് ഒക്കെ കിട്ടുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നാക്കിന്റെ A ഗ്രേഡ് കിട്ടിയ ഒരു ക്യാമ്പസ് ആയത്. നാക്കിന്റെ A ഗ്രേഡ് ഒക്കെ കിട്ടണമെങ്കിൽ അതിനകത്ത് ഒരുപാട് മാനദണ്ഡങ്ങൾ വരുന്നുണ്ട്. ഒരു ക്യാമ്പസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ ഫെസിലിറ്റീസ്, ഇന്റേണൽ ക്വാളിറ്റി അസസ്മെന്റ് സെല്ല്, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഫാക്കൽറ്റീസിന്റെ ക്വാളിറ്റി, അക്കാദമിക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ മാനദണ്ഡത്തിലാണ് A ഗ്രേഡ് ഒക്കെ കിട്ടുന്നത്. പിന്നെ അക്കാദമിക്കിന്റെ കാര്യം എടുത്തു പറയണം. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഫാഷൻ ഡിസൈനിങ്ങിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് മൗണ്ട് കാർമൽ കോളേജിലെ സ്റ്റുഡൻറ്റിനാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഫാദർ എബിൻ, മൗണ്ട് കാർമൽ കോളേജിലെ ഫിനാൻസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഹലോ ഫാദർ. ഫാദർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനിവിടെ ക്യാമ്പസ് വന്നു, ക്യാമ്പസൊക്കെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ കുറേ സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ നല്ല റിവ്യൂസ് ആണ് പറഞ്ഞത്. മറ്റുള്ള കോളേജുകളെ വെച്ച് നോക്കുമ്പം എന്താണ് മൗണ്ട് കാർമലിനെ വ്യത്യസ്തമാക്കുന്നത്? മൗണ്ട് കാർമലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ സവിശേഷതകൾ നിറഞ്ഞ ഒരു വിദ്യാലയമാണ്. ഏകദേശം 13 വർഷത്തിന് മുകളിൽ വിദ്യാഭ്യാസ പാരമ്പര്യവും നല്ല മികച്ച രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുവാനായിട്ട് ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാക്കിൻ്റെ ഫസ്റ്റ് സൈക്കിളിൽ തന്നെ ഹൈ A ഗ്രേഡ് നേടുവാനായിട്ട്, അതുപോലെ MG യൂണിവേഴ്സിറ്റിയിൽ 2ാം സ്ഥാനമാണ്. അതുപോലെ 800-ൽ പരം വർഷങ്ങളോളം പാരമ്പര്യമുള്ള കർമ്മലീത്ത വൈദികരുടെ സാന്നിധ്യവും അവരുടെ മാനേജ്മെൻറ്റിലുമാണ് ഈ കോളേജ് മുന്നോട്ട് പോവുക. അതുപോലെ പ്രഗത്ഭരായ അധ്യാപകരും മികച്ച ഫാക്കൽറ്റിയും ഈ കോളേജിന് മികച്ച രീതിയിലുള്ള പുരോഗതിക്ക് കാരണമായി തീരുന്നുണ്ട്. അതുപോലെ നമ്മൾ കണ്ടാലറിയാം, പ്രകൃതി രമണീയമായ ഒരു ക്യാമ്പസാണ്. പിള്ളേർക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെടുവാനായിട്ടും ഇതിലൂടെ എല്ലാം ഇറങ്ങി സഞ്ചരിച്ച് ഈ പ്രകൃതിയുടെ മനോഹാരിതയിലൂടെ പഠിക്കുവാനും ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
അതുപോലെ ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസം, കല, സ്പോർട്സ് തുടങ്ങിയ വിവിധമായ കാര്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഡാൻസ് ക്ലബ്ബുകൾ, മ്യൂസിക് ക്ലബ്ബുകൾ, സ്പോർട്സ് ക്ലബ്ബ്, ആർട്സ് ക്ലബ്ബ്, അതുപോലെ NSS, അസാപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് അവരുടേതായ വ്യക്തിപരമായ കഴിവുകൾ പുറത്തെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ടായിരുന്നു നമ്മുടെ ഈ കോഴ്സുകളുടെ കൂടെ തന്നെ ആഡ് ഓൺ സർട്ടിഫിക്കറ്റ്, മൈക്രോസോഫ്റ്റ് മെറ്റയുടെ ഒക്കെ ആഡ് ഓൺ സർട്ടിഫിക്കേഷൻ, അതൊരു നല്ലൊരു ക്വാളിറ്റി അല്ലേ? yes, നല്ല മികച്ച രീതിയിലുള്ള സർട്ടിഫിക്കേഷൻ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് വിദ്യാർത്ഥികളുടെ എന്തെങ്കിലും പഠിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നേടുക എന്നുള്ളതല്ല, മറിച്ച് നല്ല ഒരു ബെസ്റ്റ് കമ്പനിയിൽ അവർക്ക് പ്ലേസ് ആകണം, ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടണമെന്ന രീതിയിൽ അവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഈ കാലത്തിനനുസരിച്ച് പഠിക്കുവാനായിട്ടും ജോലി ചെയ്യുവാനായിട്ടുള്ള അവസരത്തിനുള്ള ആഡ് ഓൺ കോഴ്സുകളാണ് നമ്മൾ നൽകുന്നത്. അതെ, അതുപോലെ നമ്മുടെ പ്ലേസ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ്? നമ്മൾ എല്ലാ വർഷവും ഇവിടെ പ്ലേസ്മെൻറ്റ് വിവിധങ്ങളായ കമ്പനികൾ ഇവിടെ വരാറുണ്ട്. ആമസോൺ, MRF തുടങ്ങിയ ഒത്തിരിയേറെ നിരവധിയായ കമ്പനികൾ ഇവിടെ വരികയും പ്ലേസ്മെൻറ്റ് നടത്തുകയൊക്കെ ചെയ്യാറുണ്ട്. ഒത്തിരിയേറെ വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പ്ലേസ്മെൻറ്റിനുള്ള നിരവധിയായ അവസരങ്ങളും നമ്മൾ ഈ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഒരു പ്ലേസ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം പോലെ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, പ്ലേസ്മെന്റ് പ്രോഗ്രാമുകൾ, ഓറിയന്റേഷൻ ക്ലാസ്സുകൾ, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ വളർത്തുവാനായിട്ട് പേഴ്സണാലിറ്റി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. മോക്ക് ഇന്റർവ്യൂ തുടങ്ങിയവ നിരവധിയായ കാര്യങ്ങൾ അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടേതായ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉള്ള അവസരം നമ്മൾ അവർക്ക് ലഭിക്കാറുണ്ട്. താങ്ക് യു വെരി മച്ച്. ഇത് അഞ്ജലി മിസ് ഇവിടുത്തെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫാക്കൽറ്റിയാണ്. ഇപ്പൊ ഫാക്കൽറ്റി ആണെങ്കിൽ മിസ് ഇവിടുത്തെ ഒരു അലൂമിനി കൂടിയാണ്. ഹായ് മിസ്. ഹായ്. ഇപ്പം നേരത്തെ ഇവിടുത്തെ സ്റ്റുഡന്റ് ആയിരുന്നു, ഇപ്പൊ ഇവിടുത്തെ ഫാക്കൽറ്റിയാണ്. അപ്പൊ സ്റ്റുഡന്റ് എന്ന നിലയിലും ഫാക്കൽറ്റി എന്ന നിലയിലും മാമിന് മൗണ്ട് കാർമലിനെ കുറിച്ച് എന്തോ പറയാനുള്ളത്? മൗണ്ട് കാർമലിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നു. ഞാൻ പഠിച്ച കോളേജാണ്, അവിടെ ഫാക്കൽറ്റിയായിട്ട് വർക്ക് ചെയ്യുന്നു തോന്നുമ്പോൾ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ കൂടെ സെയിം റോള് ചെയ്യുന്നു തോന്നുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നാറുണ്ട്. ഞാൻ അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ അച്ഛനാണെങ്കിലും അന്നുണ്ടായിരുന്ന അച്ഛൻ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉള്ളത്. സപ്പോർട്ടീവായിട്ടുള്ള ഫാദറാണ്. പിന്നെ അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് മെമ്പേഴ്സ്, കൂടെ വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റീസ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇന്നും സപ്പോർട്ടാണ്, അന്നും സപ്പോർട്ടാണല്ലോ ഇന്നിപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നത്. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ കോളേജിന്റെ ഒരു എക്സ്പീരിയൻസ്? എൻ്റെ എക്സ്പീരിയൻസ് സൂപ്പർ കോളേജായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു കോളേജായിരുന്നു മൗണ്ട് കാർമൽ കോളേജ് എന്ന് പറയുന്നത്. then അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും കോൺടാക്റ്റ്, ഇപ്പോൾ പാസ് ഔട്ട് ആയെങ്കിലും ഇടയ്ക്ക് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു, മിസ്സുമാരാണെങ്കിലും വിളിക്കാറുണ്ടായിരുന്നു. then ആ ഒരു രീതിയിൽ നല്ല പ്രൗഡും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഹാപ്പിയാണ്. താങ്ക് യു. അപ്പോൾ ഈ ക്യാമ്പസിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഒരുപാട് സ്റ്റുഡൻസ് ഒന്നും ഇപ്പോൾ ക്യാമ്പസിലില്ല, കാരണം അവർക്കൊരു വെക്കേഷൻ ടൈമാണ് ഇപ്പം. പക്ഷേ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിവ്യൂസ് ഒക്കെ ഞാൻ എടുത്തു. വളരെ നല്ല അഭിപ്രായമാണ് സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് BCA, BBA, BCom ഒക്കെ പോലുള്ള കോഴ്സുകൾ നോക്കുന്നെങ്കിലോ അല്ലെങ്കിൽ PG കോഴ്സുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ക്യാമ്പസാണിത്. അപ്പോൾ ഈ ക്യാമ്പസിൽ ഇപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ മൗണ്ട് കാർമലിൻ്റെ ഒഫീഷ്യൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.